അന്തരീക്ഷ താപന പ്രക്രിയകൾ, താപസന്തുലനം എന്നിവ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്യുകയുണ്ടായി. കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ ഗ്രൂപ്പിൽ കയറി ക്ലാസ് കാണേണ്ടതാണ്. താപനില. സൗരതാപനത്തിലൂടെയാണ് ഭൗമ ഉപരിതലവും ഭൗമ ഉപരിതലത്തിനോടനുബന്ധിച്ചുള്ള അന്തരീക്ഷ ഭാഗവും ചൂടുപിടിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്താണ് താപനില? അന്തരീക്ഷത്തിലെ താപത്തിൻ്റെ തീവ്രതയുടെ അളവാണ് താപനില. കാലാവസ്ഥാ നിരീക്ഷകർ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനില കണക്കാക്കുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കുള്ള അന്തരീക്ഷ സ്ഥിതിയിൽ നിന്നാണ്. എന്നാൽ കുറഞ്ഞ താപനില കണക്കാക്കുന്നത് സൂര്യ ഉദയത്തിന് തൊട്ടു മുമ്പും. ദൈനിക താപാന്തരം, ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ദൈനിക താപാന്തരം അഥവാ ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. ദൈനിക താപാന്തരം കണ്ടുപിടിക്കുന്നത് കൂടിയ താപനിലയിൽ നിന്നും കുറഞ്ഞ താപനില കുറച്ചാണ്. ദൈനിക താപാന്തരം സമം കൂടിയ താപനില മൈനസ് കുറഞ്ഞ താപനില. ഡെയിലി മീൻ ടെമ്പറേച്ചർ. ഒരു ദിവസത്തെ ശരാശരി താപനിലയെ ദൈനിക ശരാശരി താപനില അഥവാ ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നു. ദൈനിക ശരാശരി താപനില കണ്ടുപിടിക്കുന്നത് കൂടിയ താപനില അധികം കുറഞ്ഞ താപനില ബൈ 2. കൂടിയ താപനില അധികം കുറഞ്ഞ താപനില ബൈ 2. ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും അളക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ. താരതമ്യേന താപനില അളക്കാനാണ് തെർമോമീറ്ററുകൾ ഉപയോഗിക്കുന്നത്. സമതാപരേഖകൾ. ഭൂപടങ്ങളിൽ താപവിതരണം കാണിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ഇത്. സമുദ്രനിരപ്പിൽ ഒരേ അന്തരീക്ഷ താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമതാപരേഖകൾ അഥവാ ഐസോതേംസ്. താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം എന്ന് പരിശോധിക്കാം. 1. അക്ഷാംശ സ്ഥാനം. 2. ഉയരം. 3. സമുദ്ര സാമീപ്യം. 4. കാറ്റുകൾ. ഓരോന്നും വെവ്വേറെ പരിശോധിക്കാം. ആദ്യം അക്ഷാംശ സ്ഥാനം. സൗരോർജം ഏറ്റവും തീക്ഷ്ണമായി ലഭിക്കുന്നത് ഉഷ്ണമേഖലയിലാണ്. ഉഷ്ണമേഖലയിൽ സൂര്യരശ്മികൾ ഏറെക്കുറെ ലംബമായി പതിക്കുന്നതിനാൽ അവിടെ കൂടുതൽ ഊർജം ലഭിക്കുന്നു. ധ്രുവപ്രദേശങ്ങളോടടുക്കും തോറും സൂര്യരശ്മികളുടെ പതനകോണിൽ ചരിവുണ്ടാകുന്നു. കൂടുതൽ ചരിയും തോറും സൂര്യരശ്മികൾ അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നതിനാൽ ഊർജനഷ്ടം സംഭവിക്കുന്നു. അക്ഷാംശ സ്ഥാനം താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഒന്നാമത്തെ ഘടകമാണ്. 2. ഉയരം. ട്രോപ്പോസ്ഫിയറിലൂടെ താപനില ഉയരുന്നതിനനുസരിച്ച് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നതായി നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയർന്ന് സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താപനില താരതമ്യേന കുറവായിരിക്കും. കേരളത്തിലെ വയനാട്, പൊന്മുടി, ഇടുക്കി എന്നീ പ്രദേശങ്ങൾ നല്ല തണുപ്പുള്ള കാലാവസ്ഥ അനുഭവപ്പെടാൻ കാരണം ഇതാണ്. 3. സമുദ്ര സാമീപ്യം. സമുദ്ര സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ താപാന്തരം കുറവും ഉൾപ്രദേശങ്ങളിൽ കൂടുതലുമാണ്. കര ചൂടാകുമ്പോൾ കടലിൽ നിന്നും കരയിലേക്ക്, കര തണുക്കുമ്പോൾ തിരിച്ചും വായുവിൻ്റെ നീക്കമുണ്ടാകുന്നതിനാലാണ് സമുദ്ര സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ സദാ മിതമായ താപം നിലനിൽക്കുന്നത്. 4. കാറ്റുകൾ. ഉഷ്ണക്കാറ്റുകളും ശീതക്കാറ്റുകളും അവ കടന്നുപോകുന്ന പ്രദേശങ്ങളിലെ അന്തരീക്ഷ താപനില യഥാക്രമം ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ കാറ്റുകൾ അന്തരീക്ഷ താപനിലയെ സ്വാധീനിക്കുന്നു. Temperature. The Earth's surface as well as its near atmosphere is heated by insolation. ടെമ്പറേച്ചർ
is the degree of hotness of the atmosphere. It is from the weather condition at 2 p.m. that the meteorologist measured the maximum temperature of a day. The minimum temperature is taken just before the sunrise. Diurnal range of temperature. The difference between the maximum and the minimum temperatures of a day is called diurnal range of temperature. It measures diurnal range of temperature is equal to maximum temperature of the day minus a minimum temperature of the day. Daily mean temperature. The average temperature of a day is termed daily mean temperature. It can be calculated. Daily mean temperature is equal to maximum temperature plus minimum temperature of the day by 2. Thermometer. Thermometer is the instrument for measuring the maximum and minimum temperature in a day. Isotherms. The method used to represent the distribution of temperature in maps. The imaginary lines connecting places having equal atmosphere temperature are called isotherm. The imaginary lines connecting places having equal atmospheric temperature are called isotherms. Factors influencing distribution of temperature. First, latitude. Second, altitude. Third, nearness of ocean. Fourth, winds. First one is latitude. The region receive more energy as the sun rays are almost vertical. The angle of incidence of sun rays become more inclined on approaching the poles. There occurs more energy loss the sun rays have to travel more through the atmosphere owing the inclination. Second one is altitude. In previous classes we learned that the temperature in the atmosphere or troposphere decrease at the rate of 1 degree Celsius per 165 meter of altitude. The temperature is comparatively low at the place situated much above the sea level. Example, Idukki, Ponmudi, Ooty, etc. Third one, nearness of ocean. Temperature remains moderate at place close to the sea. This is because the heating of land causes wind blow from the sea to land and cooling of land causes wind to blow from the land to sea. Fourth one is winds. The warm and the cold wind can respectively raise or lower to the temperature of the place through which they pass.